നമ്മുടെ മനസ്സിന്റെ വ്യാപ്തി അനുസരിച്ച് ഈശ്വരനെ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീതയിൽ പറഞ്ഞു, ആര് എന്നെ എപ്രകാരം ആരാധിക്കുന്നുവോ അവരെ ഞാൻ അപ്രകാരം തന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കൃഷ്ണനെ അല്ലാഹു എന്ന് വിളിക്കാനാണോ ഇഷ്ടം, രൂപമില്ലെന്ന് പറയാനാണോ ഇഷ്ടം, അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇനി യേശു എന്ന് വിളിക്കാനാണോ ഇഷ്ടം, അങ്ങനെ തന്നെ. നമുക്ക് കലഹമില്ല. ഇതാണ് ബെസ്റ്റ്. ഈ മാർക്കറ്റിംഗുകാരെ പറയും ഇതാണ് ഞങ്ങളുടെ ചെരുപ്പാണ് ഏറ്റവും നല്ല ചെരുപ്പ്, തർക്കമൊന്നും നമുക്കില്ല. എന്താ കാര്യം, എന്റേത് മാത്രം ശരി, അങ്ങനെ നമുക്കില്ല. പക്ഷെ ക്ഷേത്രാരാധനയുടെ പ്രധാന മർമ്മം എന്ന് പറയുന്നത് ത്രിവിധ താപങ്ങളിൽ നിന്ന് ജീവൻ രക്ഷ നേടാനുള്ള ഒരു ഉപാധിയാണ്. അവിടെ എന്ത് പേര് വിളിച്ചാലും, ശ്രീകൃഷ്ണൻ വിളിച്ചാലും, ശ്രീവല്ലഭൻ വിളിച്ചാലും, ഗുരുവായൂരപ്പൻ വിളിച്ചാലും, വൈക്കത്തപ്പൻ വിളിച്ചാലും, ഏറ്റുമാനപ്പൻ വിളിച്ചാലും അവിടെ അടിസ്ഥാനപരമായിട്ട് അഗ്നിയാണ്, ആത്മചൈതന്യമാണ് അവിടെ ആരാധിക്കപ്പെടുന്നത്. ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത് സുഖവാരിരാശേ യസ്യോർമിമാത്രം ഭുവനം സമസ്തം. ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, കാഞ്ചി ശങ്കര കാമകോടി ശങ്കര. നമ്മുടെ യേശുദാസും ചിത്രയെ കൂടി നമുക്ക് ചെറുതല്ലാത്ത ശല്യം തരുന്നുണ്ട് ഇന്ന് ശബ്ദം. അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. വലിയ ഉത്സവങ്ങൾക്ക് വിളിക്കുമ്പോൾ എനിക്ക് ഭയമാണ്. കാരണം പ്രഭാഷകൻ അവിടെ ഏറ്റവും ശ്രദ്ധ കുറഞ്ഞ ആളാണ്. കാരണം അവിടെ ഗാനമേളയ്ക്കോ നൃത്തത്തിനോ ഒക്കെ ആയിരിക്കും കൂടുതൽ മിഴിവും ആകർഷണമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച്, ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഭാഷണങ്ങൾ ജ്ഞാനയജ്ഞങ്ങളാണ്. ദേവന് സമർപ്പിക്കുന്ന വാക്കുകൊണ്ടുള്ള നിവേദ്യമാണ്. അതിൻ്റെ പ്രാധാന്യം ഇന്നല്ലെങ്കിൽ നാളുകളിലെങ്കിലും ഹിന്ദു സമൂഹം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ആശ്രമങ്ങളും അവ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. വിപുലമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ്. ഇവിടെ അഡ്വക്കേറ്റ് ഇന്ദിര അമ്മ വന്ന് നല്ല വാക്കുകൾ എന്നെപ്പറ്റി പറഞ്ഞു. വലിയ സന്തോഷം. അതുപോലെ എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്ന പല ആളുകളും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരും കാണാം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾക്ക് ഒറ്റ അർത്ഥം പറഞ്ഞാൽ വയൽ എന്നാണ് അർത്ഥം. വയൽ, ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഈ വയലിൽ എന്താണ് സംഭവിക്കുന്നത്? വിത്ത് വിതയ്ക്കുകയും വിള കൊയ്യുകയാണ് ചെയ്യുന്നത്. കള പറിക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, ഉഴുതു പറിക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, വിള കൊയ്യുന്നു. ഇത് ഈ അർത്ഥത്തിൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ശരീരത്തെയാണ് ഗീതയടക്കമുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഗീതയിലുള്ളതാണ്, കൃഷ്ണന്റെ വാക്കാണ്. നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും ബുദ്ധി കൊണ്ട് ഉഴുതുമറിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കർമ്മം വിതയ്ക്കുന്നു. ആ കർമ്മം വിതച്ച കർമ്മങ്ങൾ പരിപക്വമായ സമയം വരുമ്പോൾ, കർമ്മവിഭാഗം വരുമ്പോൾ നമ്മൾ തന്നെ പോയി ഇത് ഉണ്ണുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ നിയമം, കർമ്മ നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്ക് മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ പോലും ഈ നിയമത്തിന് വിധേയനായിട്ടാണ് പ്രവർത്തിച്ചത്. മഹാഭാരതം വായിച്ചാൽ അറിയാം. യാദവകുലം മുഴുവൻ
തമ്മിൽ തല്ലി മുടിഞ്ഞു പോകുമെന്നുള്ളത് കർമ്മഫലമായിരുന്നു. അവസാനത്തെ യാതകനായ കൃഷ്ണനും ആ കർമ്മഫലത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റൊരു ജീവനെ വേദനിപ്പിക്കാത്ത വിധം, മറ്റൊരു ജീവനെ എന്നേ പറഞ്ഞുള്ളൂ, മനുഷ്യൻ എന്നല്ല. ആനയായാലും പന്നിയായാലും. അതാണല്ലോ ഗീതയിൽ പറയുന്ന വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ സ്വപാകേശ പണ്ഡിത സമദർശിന. യഥാർത്ഥ പണ്ഡിതൻ അല്ലെ യഥാർത്ഥ ആത്മജ്ഞാനി എല്ലാ ജീവജാലങ്ങളെയും തന്നെ തന്നെ കാണുന്നവനാണ്. തൻ്റെ പോലെ തന്നെ അതിനും വേദനയുണ്ടെന്നും അഭിമാനബോധമുണ്ടെന്നും ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു സമാജം അല്ലെങ്കിൽ ഒരു സമൂഹം രൂപപ്പെട്ടാൽ അപ്പോഴാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമ്മളെല്ലാവരും ഉയരുന്നത്. പക്ഷെ മനുഷ്യൻ എന്ന വാക്ക് പലപ്പോഴും സ്വാർത്ഥതയുടെ പര്യായമായിട്ടാണ് കാണപ്പെടുന്നത്. ഇന്ന് തന്നെ പത്രത്തിലുള്ള വാർത്ത അല്ല, ടി വിയിൽ കണ്ട വാർത്ത, ഭർത്താവ് ഭാര്യയെ തടഞ്ഞു നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. എത്ര ലാഘവ ബുദ്ധിയാണ്! ഒരു ജീവൻ എടുക്കാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയാണ്. ഇത് ഭാര്യയോട് മാത്രമല്ല, ആനയോടും അങ്ങനെ തന്നെയാണ്. ആനയോടും മറ്റു മൃഗങ്ങളോടുമൊക്കെ നമ്മൾ ക്രൗര്യത്തിൻ്റെ പ്രതിബിംബങ്ങളായി മനുഷ്യൻ മാറുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ കർമ്മഫലം കളക്റ്റീവായിട്ട് വരും. ഞാൻ പഠിച്ച സ്കൂളിൽ ആരെങ്കിലും ഒരു കുട്ടി സ്വിച്ച് ബോർഡ് കേടുവരുത്തുകയോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു വസ്തു കേടുവരുത്തി ചെയ്താൽ ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരുമിച്ച് അടി കിട്ടുമായിരുന്നു. അത് ഇന്നയാളെന്നില്ല, ഒരാളെ കേടാക്കി സ്വിച്ച് ബോർഡ് കേടാക്കി ടീച്ചർ ചോദിക്കും ആരാണ് ഇത് ചെയ്തത്. കൂട്ടുകെട്ട് കാരണം നമ്മൾ ആരും ഒറ്റ കൊടുക്കില്ല, മിണ്ടാതിരിക്കും. അപ്പോൾ ടീച്ചർ വരെ ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും അടി. അങ്ങനെ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികൾക്കും ചൂരൽ കഷായം കിട്ടുക. ഇതുപോലെയാണ് പ്രകൃതി. തെറ്റ് ചെയ്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ കാട് കയറി റബ്ബർ വെക്കുന്നവരോ കാട് കയറി വാറ്റുചാര ഉണ്ടാക്കുന്നവരോ കഞ്ചാവ് കൃഷി നടത്തുന്നവരൊക്കെ ആയിരിക്കും ആനയെ കൊല്ലുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുക എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുള്ളത് വാൽമീകി മഹർഷി നമ്മെ ഓർമ്മിപ്പിച്ച ഉത്തരവാദിത്തമാണ്. മാ നിഷാദ. ഇത്തരം കാട്ടാളത്തം ചെയ്യുമ്പോൾ ചെയ്യരുതേ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പം ശരീരം ഒരു ക്ഷേത്രമാണ്. ഇതുകൊണ്ട് പറയപ്പെടുന്ന വാക്കുകൾ, ഇതുകൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തി, ഇതിനെല്ലാം പൂർണ്ണമായും കർമ്മഫലമുണ്ട്. എന്നാൽ ആ അർത്ഥത്തിലല്ല ഇവിടെ ഇന്നത്തെ വിഷയമുണ്ട്. ഇന്നത്തെ വിഷയമുള്ളത് ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന നമ്മുടെ ആരാധനാ സ്ഥാനങ്ങളെ, ദേവാലയങ്ങളെക്കുറിച്ചാണ്. ദേവാലയം എന്ന വാക്കിന്റെ അർത്ഥം ദേവന്റെ വീടെന്നാണ്. ആലയം വീടാണ്. ദേവത ആയതനം എന്ന് പറയും. ആയതനം വേദത്തിലെ വാക്കാണ് ആയതനം. ആയതനവാൻ ഭവതി. മന്ത്രപുഷ്പം എന്ന് പറഞ്ഞ വേദത്തിലെ മന്ത്രത്തിൽ ആയതനവാൻ വീടുള്ളവനാണ്. ആയതനവാൻ. അപ്പൊ ദേവന്മാർ വീടുള്ളവരാണ് നമ്മുടെ ദേവന്മാര്. ഇപ്പൊ ഇവിടെ ശ്രീവല്ലഭൻ മഹാവിഷ്ണു, ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ വൈഷ്ണവ പാഞ്ചരാത്ര പദ്ധതി പ്രകാരമോ വൈഖാനസ പദ്ധതി പ്രകാരമോ ഇവിടെ പ്രതിഷ്ഠിച്ച് എന്താണോ ആ വൈഷ്ണവ പൂജാ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് പൂജകൾ നടത്തി, ത്രികാല പൂജയോ അതിലധികമോ ഒക്കെ നടത്തി, ശീവേലിയൊക്കെ നടത്തി ഗംഭീരമായിട്ട് ദേവനെ നമ്മൾ നിത്യവും പൂജിക്കുന്നു. അത് വാർഷികമാകുമ്പോൾ അബ്ദക്രമത്തിൽ ആ പൂജിക്കപ്പെട്ട ദേവന്റെ സംഭൃതമായ ചൈതന്യം അത് വളരെ വലുതാവുകയും ആ ചൈതന്യം നാട്ടിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉത്സവം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖത്തുള്ള ആളാണ്. അപ്പോൾ ഭയങ്കരമായ ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞാൻ അതാ തലവറ്റി വേണം എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ക്ഷേത്രത്തിലെ ദേവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം നമുക്കുണ്ടാവുന്ന ഭൗതികമായ താപങ്ങളെ, ആധിദൈവികമായ താപങ്ങളെ, ആധ്യാത്മികമായ താപങ്ങളെ, 3 വിധം താപങ്ങൾ ഒരു ജീവിക്ക്, മനുഷ്യൻ മാത്രമല്ല ഒരു ജീവിക്ക് ഭൂമിയിലുണ്ടാകും. അത് ആധിദൈവിക താപം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കയ്യിലല്ലാതെ, നമ്മൾ നിർമ്മിച്ച ഡാം അല്ല, നമുക്കതിലൊരു പങ്കുമില്ല. പക്ഷേ അത് പൊട്ടിയാൽ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രളയം വന്നാൽ നമ്മുടെ വീടുകൾ വെള്ളം കയറും, നമ്മൾ പലരും മരിച്ചു പോവാം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോവാം. പെട്ടെന്ന് ഇടിമിന്നൽ വന്നാൽ
കുറെ പേര് മരിച്ചു പോകും. ഭൂമി കുലുക്കം വന്നാൽ മരിച്ചു പോവാം, അല്ലെങ്കിൽ അതുകൊണ്ട് ക്ലേശമോ നാശനഷ്ടമോ ഒക്കെ ഉണ്ടാവാം, മരണം ഉണ്ടായില്ലെങ്കിൽ കൂടെ. അപ്പൊ നമ്മൾക്ക് നിയന്ത്രണത്തിലില്ലാത്ത പ്രകൃതി ശക്തികളുടെ ആക്രമണം കൊണ്ട് ഉണ്ടാവുന്ന ദുഃഖത്തെയാണ് ആധിദൈവിക ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിട്ട് വെള്ളച്ചാട്ടം കാണുക മാത്രമല്ല കുളിക്കാനൊരാഗ്രഹം. അപ്പോൾ അയാൾ അവിടെ പോയിട്ട് കുളിക്കാൻ തുടങ്ങിയപ്പോൾ മലവെള്ളപ്പാച്ചിൽ വരികയും ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതാവുകയും ചെയ്തു. അപ്പം അച്ഛനമ്മമാർക്ക് ദുഃഖമാണ്. അതെന്ത് ദുഃഖമാണ്? അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ദുഃഖമാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ ശക്തികൾ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് അറിയുന്നതിൻ്റെ പേരാണ്, തുടക്കമാണ് ഭക്തി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. ആ ശക്തികളെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ കരുത്തിൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യമല്ല. അപ്പം അതിനു വേണ്ടി നമ്മൾ പ്രകൃതി ശക്തികളെയും പ്രപഞ്ചത്തിന് ആധാരമായ ഈശ്വര ശക്തിയെയും ആരാധിക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം when things go beyond our control, നമുക്ക് തോന്നും ആ ശക്തികൾക്ക് മേലെ നിയന്ത്രണമുള്ള ഒരു ശക്തിയെ, ഈശ്വരനെ, അതിൻ്റെ വിവിധ ഭാവങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഭയം കൊണ്ടാണോ ഭക്തി തുടങ്ങുന്നത്? ഒരു വലിയ ശതമാനം പേർക്കും ഭയം കൊണ്ടാണ് ഭക്തി തുടങ്ങുന്നത്. അപൂർവം ചിലർക്ക് മാത്രം പ്രേമം കൊണ്ട് ഭക്തി ഉണ്ടാവും. അത് വളരെ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒന്നോ രണ്ടോ പേർക്ക് സ്വയം ഈശ്വരനോട് പ്രേമം കൊണ്ട് ഭക്തി തുടങ്ങും. എല്ലാവരും സ്വന്തം ജീവിതത്തിൻ്റെ നശ്വരതയെ കണ്ടിട്ടുള്ള പേടി കൊണ്ടാണ് ഭക്തി അനുശീലിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആധിദൈവികമായ ദുഃഖം അല്ലെങ്കിൽ താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് മേലെയുള്ള അതീതമായിട്ടുള്ള ശക്തികൾ നമ്മെ ആക്രമിച്ചേക്കാം. ഭൂമികുലുക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും ആക്രമണങ്ങളായിട്ടൊക്കെ ദൈവിക ശക്തി ആക്രമിക്കാം. അപ്പൊ അതിൽ നമുക്ക് ശാന്തി വേണം. രണ്ട്, ആധിഭൗതിക ശക്തിയാണ്. ആധിഭൗതികമായ ദുഃഖം അതെന്താ വെച്ചാൽ, മകൻ 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചു, നല്ലവണ്ണം മാർക്കൊക്കെ വാങ്ങി, വിനയമുള്ള കുട്ടിയായിരുന്നു, വീട്ടിൽ അനുസരിക്കുമായിരുന്നു. അപ്പോ ആ കുട്ടിക്ക് ഒരാഗ്രഹം വരികയാണ്. എന്താണ്? ഒരു പുതിയ ബൈക്ക് വാങ്ങി. കാരണം ചേട്ടന്മാരൊക്കെ ബൈക്കിലാണ് യാത്ര ചെയ്യണം, അപ്പോൾ എനിക്കൊരു ബൈക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹം അമ്മമാരോട് പറയും, അല്ലെ അമ്മയോട് പറയും. അപ്പം അമ്മയോട് ഇങ്ങനെ നിരന്തരം നിർബന്ധിക്കുമ്പോൾ 18 വയസ്സായില്ലെങ്കിലും അമ്മയ്ക്ക് തോന്നും ബൈക്ക് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ബൈക്ക് വാങ്ങുകയാണ് നമ്മൾ വിചാരിച്ച മാതിരി M80 ഒന്നും അല്ല. എന്താണ്? ഡ്യൂക്കാണോ വേണ്ടത്? KTM ഡ്യൂക്കാണോ? ശരി, എന്നാൽ അത് വാങ്ങാം. ലക്ഷക്കണക്കിന് ഉറുപ്പിക, 1.5 ലക്ഷം ഒറ്റ വരും തോന്നുന്നു. അത് വാങ്ങിക്കൊടുക്കുന്നു. മകൻ ലോകത്ത് നിയമമുണ്ടെന്നറിയാതെ, ലോകത്ത് പല നിയമങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചുകൂടാന്നറിയാതെ അതിവേഗത്തിൽ പോവുകയും അപകടം പറ്റി കിടപ്പിലാവുകയോ മരണപ്പെടുകയോ ചെയ്തു. അപ്പോൾ അതെന്താണ്? അതുവരെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന കുട്ടിക്ക് അപകടം മൂലം മറ്റു വാഹനം തെറ്റിച്ചു വന്നിട്ടോ, അല്ലെങ്കിൽ മറ്റു വാഹനമായി കൂട്ടിയിടിച്ചിട്ടോ, നമ്മൾ തന്നെ തെറ്റിച്ചിട്ടോ, മറിഞ്ഞു വീണിട്ടോ അപകടം ഉണ്ടായി. അപ്പം മറ്റു വസ്തുക്കളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന്, ഈ ഭൗതിക ലോകത്ത് നിന്ന് നമുക്കുണ്ടാവുന്ന കേടുപാടുകളെയാണ് ആധിഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. ഇത് പക്ഷെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക എന്ന് പറയും. മൂത്ത ആളുകൾ പറയുന്നത് കേട്ടാൽ, മോനെ ഇപ്പോൾ വണ്ടിയായിട്ട് സന്ധ്യയ്ക്ക് ശേഷം ഒന്നും പോകണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു നട്ടലൊക്കെ യഥാസ്ഥാനത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കശേരി തെറ്റിപ്പോവും. അപ്പൊ ഈ ആദിഭൗതികം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ആദിദൈവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഗുരുമൂർത്തിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, ഇന്ദിരാമ്മയ്ക്ക് നിയന്ത്രിക്കാൻ, ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ആദിഭൗതികം പ്രപഞ്ചശക്തികളാണ്. പ്രളയമോ ഭൂമി ഉലുക്കമോ ഒക്കെ, ഉരുൾപൊട്ടലോ. മൂന്നാമത്തെ താപം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. മകൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ എപ്പോ വിളിച്ചാലും വിശപ്പില്ല. എന്താ കാര്യം? പ്രണയ നൈരാശ്യം. പ്രണയ നൈരാശ്യം ശരീരത്തിൽ കാണില്ല, മനസ്സിലാണ്. ആ പെൺകുട്ടി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് മറുപടി കൊടുക്കുന്നില്ല, ഉള്ളിൽ ദുഃഖമായി.
എന്താ അവിടെ മിണ്ടാത്തത്, എന്താ അവിടെ വിളിക്കാത്തത്, അവിടെ എന്ത് ചെയ്യായിരിക്കും, വേറെ ആരോടെങ്കിലും സംസാരിക്കുകയാണോ? ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് തന്നെ നമ്മൾ ശത്രുവാകുന്ന അവസ്ഥയാണ്. നമ്മുടെ സ്വൈരവും നമ്മുടെ സന്തോഷവും നമ്മുടെ ചിന്തകൾ കൊണ്ട് തന്നെ കെട്ടുപോകുന്നൊരവസ്ഥ. ഇതാണ് ആധ്യാത്മിക താപം, അവനവനെ കൊണ്ടുണ്ടാവുന്ന ശല്യം. അതാണ് ആധ്യാത്മികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനെ സംബന്ധിച്ച് എന്നാണ് അർത്ഥം. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഗോഡ് ഓർ അതർ ഫോഴ്സസ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനെ സംബന്ധിച്ച് എന്നർത്ഥം. അപ്പൊ അവനവനിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങളാണ് ആധ്യാത്മിക താപം. ഒരു ആള് രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടാൻ നേരം അയാളുടെ കണ്ണട കാണാനില്ല. കുറെ തെരഞ്ഞു, ഭാര്യയെ പറയാനും ബാക്കി വെച്ചില്ല. നീയാണ് എല്ലായിടത്തും മാറ്റി വെക്കുന്നത്, ചീർപ്പ് വെച്ചാൽ വെച്ചെടുത്ത് കാണില്ല, മുണ്ട് വെച്ചാൽ വെച്ചെടുത്ത് കാണില്ല, എന്റെ കണ്ണടയും കാണില്ല. ഭയങ്കരമായ തെരച്ചിലാണ്. ഭാര്യ ചിരിക്കുക നോക്കിയിട്ട്. എന്താ കാര്യം? കണ്ണട മൂക്ക തന്നെയുണ്ട്. ഒരാള് നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചിരിച്ചാൽ നമുക്ക് ദേഷ്യം കൂടില്ലേ? ഭർത്താവിന് ദേഷ്യം കൂടും. എന്താ ചിരിക്കണത്? വിഡ്ഢിയെ പോലെ ചിരിക്കണം. എന്റെ കണ്ണട കാണില്ല. കണ്ണാടി നോക്കും. കണ്ണാടി നോക്കുമ്പോൾ കണ്ണട മൂക്കിന്റെ ഭാഗത്ത് തന്നെയുണ്ട്. ഇതാണ് ശരിക്ക് സ്പിരിച്വാലിറ്റി പറയുന്നത്. വെച്ചാൽ നമുക്ക് ദുഃഖമാണ്, ശാന്തിയില്ല. അമ്പലത്തിൽ പോകണു, തീർത്ഥസ്നാന ഘട്ടത്തിൽ പോകണു, അയോധ്യയിലേക്ക് പോകണു, കാശിക്ക് പോകുന്നു, മധുരയ്ക്ക് പോകുന്നു, വൃന്ദാവനത്തിൽ പോകണു, ആ പ്രഭാഷണം കേൾക്കുന്നു, ഈ പ്രഭാഷണം കേൾക്കുന്നു, ആ ഗുരുവിന്റെ അടുത്ത് പോകുന്നു, ഈ ഗുരുവിന്റെ അടുത്ത് പോകുന്നു, സമാധാനം കിട്ടുന്നില്ല. ഗുരു അവസാനം എന്താ പറയണത്? തത്വമസി, നീ തന്നെയാണ് ഈ തിരയണ നിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ കണ്ണട പോലെയാണ്. പുതിയതായിട്ട് വന്നാൽ അത് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പുറത്ത് തെരഞ്ഞിട്ടാണ്. അപ്പൊ കണ്ണടച്ച് ഇന്ദ്രിയങ്ങൾ ഒതുക്കിയാൽ ഉള്ളിൽ എന്തുണ്ടോ അത് അവിടെ തന്നെയുണ്ട്. അത് ഒരിക്കലും നഷ്ടാവുന്നില്ല. പക്ഷെ ചിന്തകൾ കുഴപ്പിക്കുകയാണ്. ഇതാണ് ആധ്യാത്മിക ദുഃഖം, ചിന്ത കൊണ്ടുള്ള കുഴപ്പം. നാളെ ഒരു കടം തിരിച്ചടയ്ക്കാണ്ട്, പൈസ റെഡിയായിട്ടില്ല, ഉറക്കം വരുമോ? ഇല്ല. ചിലർക്കൊരു കുഴപ്പമില്ല, എല്ലാം കടം വാങ്ങിയ ഭയങ്കര സന്തോഷമാണ്, ബഹുത് ഖുഷി, തിരിച്ചു കൊടുക്കുകയില്ല. ചിലർക്ക് അങ്ങനെ ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട് പറയണോ. ചിലർക്ക് കടം വാങ്ങിയത് ഓർമ്മയുണ്ടാവില്ല, നമുക്ക് ഓർമ്മയുണ്ടാവും. അയ്യോ അയാളുടെ അടുത്ത് 25,000 രൂപ വാങ്ങിയോ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒരാൾക്ക് കടം കൊടുത്താൽ ശത്രുവിനെ ഉണ്ടാക്കുക എന്നർത്ഥം. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ പറയും ആ നോക്കാം. അതൊരു കള്ളൻ തലശ്ശേരി കോടതിയിലെ, തലശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമാണെന്ന് വിചാരിക്കേണ്ട, തലശ്ശേരി വേറെയും കള്ളന്മാരുണ്ട്. തലശ്ശേരി കോടതിയിൽ ഒരു കള്ളൻ പിന്നെ മാജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വന്നു. മാജിസ്ട്രേറ്റ് എന്ത് ചെയ്തു വെച്ചാൽ, എടോ അടുത്ത 14-ാം തീയതി താൻ കേസ് മാറ്റി വെക്കാണ്, വരണം. അപ്പോൾ കള്ളൻ പോക്കറ്റിൽ ഒരു ഡയറി എടുത്തിട്ട്, അയ്യോ സാറെ 14-ാം തീയതി കോഴിക്കോട് കോടതിയിലാണ്. അപ്പോൾ ജഡ്ജി വന്നാൽ ഒരു കാര്യം ചെയ്യും, 18-ന് മാറ്റാം. അയ്യോ 18-ന് പറ്റില്ല, 18-ന് അവിടെ പിന്നെ സബ് കോർട്ടിൽ വേറെ ഉണ്ട്. ഇതേമാതിരി കടം കൊടുത്താൽ നമ്മൾ കടം മേടിച്ച ആളുടെ തീയതി അനുസരിച്ചാണ് പിന്നെ നമ്മൾ ജീവിക്കുക. അയാൾ പറയും എന്നാ വേണ്ടത്, വരുമ്പോൾ പറയും ആ ഇന്നല്ല കേട്ടോ അടുത്ത ആഴ്ച. അപ്പൊ കടം കൊടുത്താൽ ശത്രുവിനെ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അത് വേറെ കാര്യം, അതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ദുഃഖങ്ങൾ, ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ, നാളെ ഒരു കടം വീട്ടാനുണ്ട്, അത് കൊടുക്കാൻ പൈസ തികഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല, ഉള്ളിൽ ഇങ്ങനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കും, ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. കഞ്ഞിയൊക്കെ കുടിച്ചത് അറിയില്ല. കഞ്ഞി ഇങ്ങനെ യാന്ത്രികമായിട്ട് കുടിക്കുന്നു, പപ്പടം ചുട്ട പപ്പടം കടിക്കുന്നു, ഒന്നും അറിയണില്ല, രുചി അറിയുന്നില്ല. ഇപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം ചുട്ടുകൊള്ളും. അകത്തൊരു ചിന്ത കടന്ന് വെന്ത് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. ഇതാണ് ആധ്യാത്മിക താപം. ഇങ്ങനെ 3 വിധത്തിലുള്ള താപം കൊണ്ട് മനുഷ്യൻ വിശേഷിച്ചു മരണം വരെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും പിടിക്കാത്ത ഒരാളുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റും, അല്ലെങ്കിൽ അപകടം പറ്റും, അല്ലെങ്കിൽ രോഗം വരും, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പമുണ്ടാവും, വിഷമമുണ്ടാവും. ഈ 3 താപവും എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മുടെ പൂർവികർ ചിന്തിച്ചപ്പോൾ അന്ന് കാലത്ത്, വൈദിക കാലം എന്നതിന് പറയും, വളരെ പഴയ കാലം, വേദത്തിന്റെ കാലഘട്ടം, ഒരു 10,000 വർഷമൊക്കെ എടുക്കാൻ വേണമെങ്കിൽ, വളരെ പഴയ കാലം. ആ കാലത്ത് അവർക്ക് അതിനുള്ള പരിഹാരമായിട്ട് യജ്ഞകുണ്ഡങ്ങൾ സ്ഥാപിച്ചിട്ട് അവിടെ അഗ്നിയെ പ്രധാന ദേവനായിട്ട് വെച്ചിട്ട് അഗ്നി ആരാധന, അതാണ് ഏറ്റവും പഴയ തരത്തിലുള്ള ആരാധന. അഗ്നി, ദ വേർഷിപ്പ് ഓഫ് ദ ഹോളി ഫയർ. സാധാരണ ഫയർ അല്ല, അഗ്നി ആരാധിക്കുന്നത്. അഗ്നി ഈടേ പുരോഹിതം, വേദത്തിലെ ആദ്യത്തെ മന്ത്രമാണ്. അഗ്നിയെ ഞങ്ങൾ ഇതാ സ്തുതിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ വെളിച്ചം കാട്ടി നയിച്ചാലും ഞങ്ങൾക്ക് ചോദിക്കുന്നെല്ലാം തരുന്ന ശക്തിയായിട്ട് അങ്ങ് വിരാജിച്ചാലും എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഈ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ദ്രനെന്നും വരുണനെന്നും മിത്രനെന്നും രുദ്രനെന്നും വിഷ്ണു എന്നും ഒക്കെ പറയുന്ന വിവിധ ദേവതകളെല്ലാം അഗ്നി തന്നെയാണ്. എല്ലാം അഗ്നി തന്നെയാണ്.
ഇപ്പോൾ ചില വൈദ്യന്മാരെടുത്ത് പോയാൽ വൈദ്യന്മാർ പറയും നിങ്ങളുടെ വിശപ്പ് കെട്ടുപോയി എന്ന് പറയും. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, മുത്തശ്ശിക്ക് ഒന്നും കഴിക്കണില്ല. ഇപ്പോൾ മുത്തശ്ശിമാരുടെ വയറിലിങ്ങനെ തൊട്ട് നോക്കിയാൽ തണുപ്പായി. അതിൻ്റെ അർത്ഥം നമ്മുടെ മറ്റേ ആള് ഡ്യൂക്കുമായിട്ട് വന്നു എന്നർത്ഥം. നമ്മുടെ കാലൻ ഏകദേശം പറമ്പിന്റെ അതിർത്തിയിലെത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ശരീരത്തിൽ ചൂട് നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ, അഗ്നി നഷ്ടപ്പെട്ടാൽ അതിന്റെ അർത്ഥം മരണം വരാനായി, ശിവൻ പോയി ശവമായി. കണ്ണിനൊരു അഗ്നിയുണ്ട്, നാവിന് അഗ്നിയുണ്ട്, ശരീരം മുഴുക്കെ അഗ്നിയുണ്ട്. വിശപ്പ് ഒരു അഗ്നിയാണ്, അതിന്റെ പേര് വൈശ്വാനരാഗ്നി എന്നാണ്. ഗീതയിൽ, ഭഗവത്ഗീതയിൽ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. ഞാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പറയാണ്, പരമാത്മാവായ ഞാൻ വൈശ്വാനരാഗ്നിയായി സകല ജീവജാലങ്ങളിലെയും വയറ്റിൽ കുടികൊണ്ടിട്ട് അവർ 4 വിധത്തിൽ കഴിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കുന്നു എന്നാണ്. ഇപ്പൊ വയറ്റിനകത്ത് ഒരു മൈത്ര എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്. മൈത്രി പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്. A man has to live in friendship, total absolute friendship with the world around him. അവന്റെ ചുറ്റുമുള്ള ലോകത്തോട് പൂർണ്ണമായും മൈത്രിയാണ് വേണ്ടത്. മൈത്ര, കരുണ ഏവച, കരുണ. ഹിന്ദുക്കൾക്ക് ഇല്ലാത്തൊരു വികാരമാണ് കരുണ. ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനെ അമ്മയെ എങ്ങനെയാ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വരികയാണ്. എന്താ ചെയ്യുക? ഗുരുവായൂർ കാണിക്കാൻ കൊണ്ടുപോകും അമ്മമാരെ. അച്ഛനെ ആണുങ്ങൾ അത്ര എളുപ്പമല്ല ഗുരുവായൂർ കൊണ്ടുപോകാൻ. അച്ഛനോട് രാവിലെ അച്ഛൻ ഗുരുവായൂർ വരുന്നു അച്ഛൻ താല്പര്യമില്ല പറയും. കാരണം അച്ഛന് കുറച്ചൊരു ബുദ്ധിയുണ്ട്. അമ്മമാര് വികാരാധീനരാണ്, മക്കൾ വിളിച്ചാൽ പോവും. ഇന്ദിരാമയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അറസ്റ്റിലാവും, ജയിലിനുള്ളിലാവും. വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീകളൊന്നും ചെയ്യാൻ പറ്റില്ല. പഠിപ്പില്ലാത്ത പാവപ്പെട്ട അമ്മമാരെയാണ് ഈ കൊണ്ടുപോകണത്. അപ്പൊ ഗുരുവായൂരിന് ചുറ്റുപാടും, ഇപ്പൊ അധികം ഉണ്ടോന്ന് അറിയില്ല, ചുറ്റുപാടും കാണാൻ വയസ്സായ അമ്മമാരിയ്ക്കണത്. മക്കൾ ഗുരുവായൂർ കാണിക്കാൻ കൊണ്ടു, കൃഷ്ണനെ കാണിക്കാൻ കൊണ്ടുവന്ന ഹിന്ദുക്കളാണ്, അഭിമാനിക്കൂ. അമ്മമാരെ കൊണ്ട് അമ്മയെ കൃഷ്ണനെ തൊഴുതു, ഗംഭീരായി തൊഴുതു. എന്നാ പിന്നെ മമ്മിയൂര് പോവാ. ഓ പിന്നെ മഹാദേവനെ കാണാണ്ട് പറ്റുമോ? ശരി, ഇന്ന് അമ്മ ഇവിടെ നിൽക്കും, ഉപ്പ വരാം. പിന്നെ കാണില്ല. പിന്നെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ചുറ്റും കുറെ കാലം വിളിച്ച് നടക്കും. അപ്പൊ അവിടെ വണ്ടിയായിട്ട് വന്നിട്ട് കൊന്തയിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഏതായാലും അമേരിക്കക്ക് ഫോട്ടോ അയച്ചു കൊടുത്താൽ കുറച്ച് കാശ് വരുമല്ലോ. അവിടെ ഇരിക്കുന്ന കുറച്ച് ഹിന്ദു അമ്മമാർക്ക് ആ മാലയിട്ട് കൊടുക്കുന്നത് കൊന്ത, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അഗതികളായ അമ്മമാർക്ക് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യും. അത് വേറൊരു ടീം. അങ്ങനെ ഉടുപ്പില്ലാത്ത, നമുക്ക് ഉടുപ്പില്ല, അമ്മമാരെ നോക്കില്ല. അപ്പൊ പിന്നെ അവരെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിക്കും നമ്മൾ. അതാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യാതെ ശരിയാവാതെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിൽ താണവരോട്, നമ്മളിൽ പ്രതികരണ ശേഷിയില്ലാത്തവരോട്, ഭാഷാശേഷിയില്ലാത്ത മൃഗങ്ങളോടൊക്കെ നാം കാണിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ഡ്രൈവിംഗ് വണ്ടിയിൽ കാർ ഓടിച്ചു പോവുകയാണ്, ചെറുതായിട്ടൊന്ന് മുട്ടി, ഉടനെ അനർഗള ഒഴുകാണ്. എന്ത് തെറി. ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ശത്രുവിനോട് ദയ പാടില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരാൾ ശത്രുവാണ്, തന്റെ കുലത്തിനോ തന്റെ സംസ്കാരത്തിനോ ഒരാൾ ശത്രുവാണെന്ന് കണ്ടാൽ അവനോട് യുദ്ധമാവാം. പക്ഷെ അല്ലാത്തവരോടൊന്നും യുദ്ധത്തിന്റെ ആവശ്യമില്ല. ആരോ ഒരാൾ പറയും, ബെർട്രൻഡ് റസലാണോ ചാർലി ചാപ്ലിനാണോ എന്നറിയില്ല, അയാൾ പറയാണ് അധികാരം എന്നത് നമുക്ക് ആർക്കും ആവശ്യമില്ലാത്ത കാര്യമാണ്. പ്രേമം, സ്നേഹം കൊണ്ട് മാത്രം എല്ലാം നേടാൻ പറ്റും. അധികാരം വേണ്ടത് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ട സമയം വരുമ്പോൾ മാത്രമേ. മറ്റുള്ളവരെ നിയന്ത്രിക്കണം എന്ന ആശയത്തിലാണ് അധികാരഭ്രമം വരുന്നത്. പക്ഷെ അതേ സമയത്ത് ബാക്കി എല്ലാ സമയത്തും സ്നേഹം മാത്രം മതി. പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ച് തീരാത്ത പ്രശ്നമൊന്നുമില്ല. ഇവിടെ പറഞ്ഞു വന്നത് ഈ 3 വിധ ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത് പൂർവകർമ്മങ്ങളാണ്. അത് സംശയമില്ലാത്തത്, അത് ഒരു സംശയമില്ല. ഒരാളൊരു സമയത്ത് വീഴുന്നതോ ഒരാളൊരു സമയത്ത് ഉയരുന്നതോ എല്ലാം തന്നെ പ്രീ റിട്ടൺ ആണ്, അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിൻഡ് ആണ്. അതവിടെ ഉണ്ട്. അതങ്ങനെ നടക്കും. എത്ര ശ്രമിച്ചാലും അങ്ങനെ നടക്കും. അപ്പൊ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ, നമ്മൾ തന്നെ മേലേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണം എന്നില്ല, മണ്ടയ്ക്ക് വീഴാൻ മാറി നിൽക്കാനോ. കർമ്മത്തെ കർമ്മം കൊണ്ടെടുക്കുന്ന വിദ്യയാണ് പ്രാർത്ഥന, ജപം, പൂജ. ഇതൊക്കെ നമ്മൾ തന്നെ പൂർവ്വകർമ്മം ചെയ്ത് പോയിട്ടുണ്ടാവാൻ പലതും. അതിന്റെ ദുഷ്ടഫലങ്ങൾ വളരെ ക്രൂരമായി നമ്മെ ആക്രമിക്കാതിരിക്കാൻ ഒരു മാനസാന്തരം വരികയും
പശ്ചാത്തപിക്കുകയും ഈശ്വര സേവ ചെയ്യുകയും ചെയ്താൽ മല പോലെ വരുന്ന പ്രശ്നം എലി പോലെ പോകും എന്നുള്ളതാണ്. എന്തായാലും ചെറിയ തോതിൽ അനുഭവിക്കേണ്ടി വരും, അതില്ലാണ്ടിരിക്കില്ല. അപ്പോ ക്ഷേത്രബന്ധനം എങ്ങനെ ഉണ്ടായെന്നാണ് പറയണേ? പൂർവ്വകാലത്ത് യജ്ഞമാണ്. അപ്പൊ യജ്ഞത്തിൽ ദേവതകളെ ഈ അഗ്നി ആവാഹിക്കും. ഇന്ദ്രനെയോ മിത്രനെയോ വരുണനെയോ ശിവനെയോ വിഷ്ണുവിനെയോ ഈ അഗ്നിയിൽ തന്നെയാണ് കാണുന്നത്. അതിലേക്ക് വിശേഷപ്പെട്ട ആജ്യങ്ങളൊക്കെ ഹോമിക്കുക, എന്നിട്ട് അതിൽ നിന്ന് സദ്ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് യാഗശാല എങ്ങനെയാ വെച്ചാൽ അഗ്നികാര്യം നടക്കുക എന്ന് പറയും. യാഗത്തിൽ അഗ്നികാര്യമാണ് നടക്കണം. അപ്പൊ അഗ്നികാര്യം നടക്കുമ്പോൾ ആൾക്കാർക്ക് അറിയണമല്ലോ. പണ്ട് ഇന്നത്തെ പോലെ അനൗൺസ്മെന്റോ നോട്ടീസ് അടിക്കലോ ഒന്നും അന്ന് കാലത്തില്ല. അപ്പൊ എന്താ ചെയ്യുക? വളരെ നീളമുള്ള ഒരു മരം, അത് കവുങ്ങാവാം അല്ലെങ്കിൽ അതുപോലെ ഉയരം കൂടിയ ഒരു മരം നല്ലോണം വൃത്തിയാക്കിയിട്ട് യാഗശാലയുടെ അഗ്നിയിൽ അതിന് കിടത്തി വെച്ചാൽ അഗ്നി തൊടുന്ന അത്രയും ഭാഗത്തിന് മുമ്പിൽ നിർത്തും, കുത്തി നിർത്തും. എന്നിട്ട് അവിടെ കൊടി ഏറ്റും. എന്താ കൊടി? കൊടി എന്ന് പറഞ്ഞാൽ അഗ്നിജിഹ്വ. അഗ്നി സപ്തജിഹ്വയാണ്. അഗ്നിയുടെ നാവ് പോലെ ഇങ്ങനെ അറ്റം കീറിയ ഒരു കൊടി. എന്തിനാണത്? ദൂരെ ആ നാട്ടിൽ എവിടെ നിന്ന് നോക്കിയാലും കാണണം, ഇന്ന സ്ഥലത്ത് അഗ്നി കാര്യം നടക്കുന്നുണ്ട്, യജ്ഞം നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന വിളംബരമാണ് കൊടിയേറ്റ്. എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി ദേവന്റെ നട്ടല്ലാണ് കൊടിമരം. ഞാൻ പറഞ്ഞു സംശയമില്ല, ഹിന്ദുക്കളുടെ ദേവന്മാരെ നട്ടലൊക്കെ ഊരി പുറത്തു കുത്തി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. അതല്ല അതിന്റെ അർത്ഥം. ദേവന്റെ നട്ടലൊന്നും അല്ല, ഓരോ അവയവ ഊരി വെക്കുക അതല്ല. ഇത് അകത്ത് അഗ്നി കാര്യമാണ് നടക്കുക. ഇത് ഇന്നത്തെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പൂർവകാലത്തെ യജ്ഞശാലയുടെ തനി മാതൃകയാണ് ഒരു മഹാക്ഷേത്രം. ഇത് മഹാക്ഷേത്രമാണ്. ശ്രീവല്ലഭ ക്ഷേത്രം മഹാക്ഷേത്രമാണ്. ഗുരുവായൂർ മഹാക്ഷേത്രമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം മഹാക്ഷേത്രമാണ്. കടുത്തുരുത്തി, ഏറ്റുമാനൂർ, ഇതൊക്കെ മഹാക്ഷേത്രങ്ങളാണ്. ഈ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തനി യജ്ഞശാലയുടെ പകർപ്പായിരിക്കും. ഇനി ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ശിവക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും ഇന്നും പഴയ യജ്ഞശാലയുടെ കടുകിട മാറാത്ത യജ്ഞശാലകളാണ് ഇപ്പോഴും. വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, മറ്റു ക്ഷേത്രങ്ങൾക്ക്. എന്താ കാര്യം? യജ്ഞശാലയിൽ പോയി കഴിഞ്ഞാൽ ഈ ദേവന്മാർക്ക് വേണ്ടി സോമലത ഇടിച്ചു പിഴിഞ്ഞിട്ട് അത് ഒഴുക്കുന്ന ഭാഗമുണ്ട്, സോമസൂത്രം എന്ന് പറയും. അവിടെ ഒരു ചരട് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ അഗ്നിയെ തൊഴുതിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ചരട് കടക്കാൻ പാടില്ല, സോമസൂത്രം ഭേദിക്കാൻ പാടില്ല. അവിടെ നിന്ന് തിരിച്ചു വന്ന് പിന്നെയും മുക്കാൽവട്ടം എന്ന് പറയും, മുക്കാൽവട്ടം ചുറ്റി വന്ന് പൂർത്തി. അങ്ങനെയുള്ള പൂർണ്ണമായും വൈദിക കാലത്തെ യജ്ഞശാലയുടെ ഫലമുള്ളത് അല്ലെങ്കിൽ രീതി ഉള്ളത് ഇപ്പോഴും ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ്. പിന്നെ ഇടക്കാലത്ത് വൈഷ്ണവ ശൈവ തർക്കമൊക്കെ വന്ന കാലത്ത് നിങ്ങൾക്ക് മുക്കാലേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾ മുഴുവൻ ചുറ്റും പറഞ്ഞിട്ടാണ് മാറ്റിയത്, അല്ലാതെ വേറെ വിധിയൊന്നും ഉണ്ടായില്ല. ശിവക്ഷേത്രത്തിന് മുക്കാൽ ഭാഗമല്ലേ ചുറ്റുള്ളൂ, എന്നാൽ ഞങ്ങൾ മുഴുവൻ ചുറ്റും, അത്രയേ ഉള്ളൂ. അങ്ങനെ യജ്ഞസൂത്രത്തെ ഭേദിക്കുന്ന ഒരു അനാചാരം ശിവക്ഷേത്രങ്ങൾ ഒഴികെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉണ്ട്. യഥാർത്ഥ താന്ത്രിക വിധിപ്രകാരവും വൈദിക വിധിപ്രകാരവും ക്ഷേത്രം പൂർവ്വകാലത്തെ യജ്ഞശാലയുടെ തനിപ്പകർപ്പ് റെപ്ലിക്കയാണ്. അപ്പൊ അവിടെ എന്തായിരിക്കണം? വിഗ്രഹം, ഗർഭഗൃഹത്തിൽ വിഗ്രഹം വെച്ചിരിക്കുന്നത് അഗ്നിയുടെ സ്ഥാനത്താണ്, അഗ്നിസ്ഥാനമാണ്. മാത്രവുമല്ല അത് വിഷ്ണുവോ ശിവനോ കാളികാരോ ആയിക്കോട്ടെ, ആ വിഗ്രഹത്തിലേക്കല്ല പൂജ, വിഗ്രഹത്തിലൂടെയാണ് പൂജ. ത്വയി സംപൂജയാം ഈശം എന്നാണ് മന്ത്രം. നിന്നിലൂടെ ഞാൻ ഈശ്വര ചൈതന്യത്തെ പൂജിക്കുന്നു. അതെന്താണ്? അപ്പോൾ ഒരു ഉപാധിയാണ്, മനസ്സിന് ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് വിഗ്രഹത്തെ ഹിന്ദുക്കൾ കാണുന്നത്. 1ാം ക്ലാസ്സില് 1, 2, 3 എണ്ണം പഠിച്ചാൽ അത് എളുപ്പം മനസ്സിലാവില്ല. എണ്ണങ്ങൾ അമൂർത്തമാണ്. ആ അമൂർത്തമായ എണ്ണൽ സംഖ്യ എന്ന ആശയത്തെ മൂർത്തമായി കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലേറ്റിന്റെ താഴെ ഒരു മണിച്ചട്ടം ഉണ്ടായിരുന്നു പണ്ട്. മണിച്ചട്ടം, 1ാമത്തെ കമ്പിയിൽ ഒരു മുത്ത്, 2ാമത്തെ കമ്പിയിൽ 2 മുത്ത്, 3ാമത്തെ കമ്പിയിൽ 3 മുത്ത്. അങ്ങനെ 10 വരയ്ക്ക് എണ്ണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്ത് തൊട്ട് കാണിച്ച് ടീച്ചർ പറയും 1, 2. മുത്ത് 1 ആണോ എന്ന് വെച്ചാൽ മുത്തിലൂടെ 1 എന്ന അമൂർത്തമായ ആശയത്തെ ടീച്ചർ പറഞ്ഞു തരാണ്. അതുപോലെ വൈദിക കാലത്തെ അഗ്നി ആരാധനയെ സകളാരാധനയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, സകളാരാധന പറഞ്ഞാൽ രൂപം കൊത്തിയിട്ട് കണ്ണും മൂക്കും ചെവിയും വായും കൈയൊക്കെ മനുഷ്യനെ പോലെ കൊത്തി
ഓടക്കുഴലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ ആ രൂപം കൊടുത്ത് ആരാധിക്കുക, ശകളാരാധന. ആ ശകളാരാധനയിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പൊ നമ്മൾ കുറെ അപ്പുറപ്പുറത്തൊക്കെ കടമെടുത്തിട്ടുണ്ട്, വേണ്ടാത്തൊക്കെ ക്ഷേത്രത്തിൽ വേണ്ടാത്തൊക്കെ പലതും വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ യജ്ഞശാലയുടെ തനിപ്പകർപ്പ് കാണണമെങ്കിൽ ഏറ്റുമാനൂരോ വൈക്കത്തോ ഒക്കെ പോകണം. കാരണം അവിടെ ശോഭസൂത്രം ഭേദിക്കില്ല, കാരണം അത് യജ്ഞശാലയാണ്. അത് പിൽക്കാലത്ത് 13-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ശൈവരിങ്ങനെ പകുതിയെ മുക്കാലേ ചുറ്റുള്ളൂ, അപ്പൊ ഞങ്ങൾ മുഴുവൻ ചുറ്റും എന്നുള്ളത്. അല്ലാതെ അതിന് വേറെ ഒരു പ്രമാണവുമില്ല. ഇതിങ്ങനെയാണ് സംഗതി. അപ്പൊ ഈ അഗ്നി ഇരിക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ കൃഷ്ണനായിട്ടോ വിഷ്ണുവായിട്ടോ ശിവനായിട്ടോ അല്ലെങ്കിൽ മറ്റു ദേവതകളായിട്ടോ ആരാധിക്കുക. സത്യത്തിൽ ആത്യന്തികമായിട്ട് എല്ലാറ്റിലും കുടികൊള്ളുന്ന ചൈതന്യം അഗ്നിയെ ആണ് കാണിക്കുന്നത് അവിടെ. പിന്നെയോ ഈ മന്ത്രം പ്രയോഗിക്കുന്നവർക്ക് സ്വാഹാകാരത്തോടു കൂടി മന്ത്രം പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം അഗ്നിക്കായിക്കൊണ്ട് കൊടുത്തു എന്നർത്ഥം. അപ്പൊ ക്ഷേത്രത്തിലെ ബിംബത്തിലും സ്വാഹാകാരത്തോടു കൂടിയാണ് എല്ലാ മന്ത്ര ഉപാസനയും നടത്തുന്നത്. ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ വിവരണം. ഈ ക്ഷേത്രം എന്തിനാണ്? ഒരാൾ നിത്യവും രാവിലെ പറമ്പിൽ നിന്നൊരു തുളസിക്കതിർ പറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുളസിയില എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പൂവ് എടുത്തിട്ട് ശ്രീവല്ലഭ സ്വാമിയെ കാണാൻ വരുന്നു. വന്നിട്ട് സ്വാമിക്ക് ആ പൂവ് നടക്കിൽ വെച്ചിട്ട് തന്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 3 വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ദൈവികമോ ആദ്യം ഭൗതികമോ ആധ്യാത്മികമായ ദുഃഖത്തിന് പരിഹാരാർത്ഥമാണ്, നിത്യയജനശാലയാണ്, നിത്യയജ്ഞവേദിയാണ് ഒരു ക്ഷേത്രം. അപ്പൊ എന്നും ക്ഷേത്രത്തിൽ വന്നാൽ യജ്ഞശാലയിൽ പോയി അഗ്നിയെ നമസ്കരിച്ച അതേ ഫലമാണ്, യാതൊരു വ്യത്യാസമില്ല. ആ അഗ്നി പ്രവൃദ്ധമാവുന്ന അഗ്നിയാണ്. എങ്ങനെയാണ് അഗ്നി പ്രവൃദ്ധമാവുക? നിത്യേനയുള്ള ശരിയായിട്ടുള്ള മന്ത്രജപത്താലും ഉപാസനയാലും സഹസ്രനാമാർച്ചനയാലും ഈശ്വരന് പ്രീതിപ്പെടുന്ന സ്തോത്രങ്ങളാലും മനുഷ്യരുടെ ശ്രദ്ധ കൊണ്ട് വളരുന്നതാണ് ക്ഷേത്രത്തിലെ അഗ്നി. പ്രാണപ്രതിഷ്ഠയിലൂടെ സമർപ്പിക്കപ്പെട്ട അഗ്നി മനുഷ്യന്റെ ശ്രദ്ധാപൂർവമായ ഉപാസനയിലൂടെ വളരും. ഒരു വർഷം മുഴുവൻ നിത്യേന ചെയ്യപ്പെടുന്ന 3 ത്രികാല പൂജയിലും മറ്റും ഇത് നിരന്തരം വളരുകയും ഈ അഗ്നി ചൈതന്യം നാട്ടിൽ ത്രിവിധ താപങ്ങൾക്ക് പരിഹാരമായിട്ട് ഉത്സവ ദിനത്തിൽ ഒഴുകുകയും, ഉത്സവത്തിൽ എല്ലാ ജനങ്ങളും വരണം എന്നാണ്. എന്താ കാര്യം? ആ ദേവന്റെ വിശേഷപ്പെട്ട ചൈതന്യത്തെ പങ്കുകൊള്ളാനാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഒഴുക്കാണ്. ദി എനർജി ഹാസ് റിസൺ. ഈ ഊർജം ഉയർന്നു എന്നർത്ഥം. അവിടെ എല്ലാവർക്കും അത് ജാതിഭേദമില്ല, എല്ലാവർക്കും അതിന്റെ മേന്മയും ഗുണവും കിട്ടട്ടെ വെച്ചിട്ടാണ് ഉത്സവം നടത്തുന്നത്. എന്തായാലും ഉത്സവങ്ങളിൽ ഈ പ്രഭാഷണമൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വ്യാപകമായതിനൊരു കാരണക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആഗമാനന്ദ സ്വാമികൾ എന്നാണ്. ആഗമാനന്ദ സ്വാമികൾ മഹാപുരുഷനായിരുന്നു, ജീവൻമുക്തനായിരുന്നു. നമ്മുടെ കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച മഹാൻ, ജാതിഭേദമില്ലാതെ ആളുകളെ പൂജ പഠിപ്പിക്കാൻ തുടങ്ങിയ മഹാത്മാവ്, പറയണമെന്നോ പുലയനെന്നോ നോക്കാതെ സനാതന ധർമ്മം പഠിപ്പിച്ചു കൊടുത്ത മഹാപുരുഷൻ, ഇടതുപക്ഷത്തിന്റെ താത്വികാചാര്യനായിരുന്ന പി ഗോവിന്ദപ്പിള്ളി അടക്കമുള്ള ആൾക്കാരുടെ ഗുരു. അവിടെ അദ്വൈതാശ്രമത്തിൽ പോയിട്ടാണ് അവർക്ക് സംസ്കൃതവും കാവ്യവും പഠിച്ചത്. ആഗമാനന്ദ സ്വാമിയുടെ അടുത്താണ്. പൂർവാശ്രമത്തിൽ കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു പേര്. വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിയോട് ശാസ്ത്രം പറഞ്ഞിട്ട് ഹിന്ദുമതത്തിൽ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല എന്ന് സമർത്ഥിച്ച് ഗാന്ധിജിയെ ബോധിപ്പിച്ച മഹാത്മാവാണ് ആഗമാനന്ദ സ്വാമികൾ. കൃഷ്ണൻ നമ്പ്യാതിരി എന്ന പേര്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ശ്രീരാമകൃഷ്ണാശ്രമം ഉണ്ടോ? തിരുവല്ലയിൽ ഉണ്ടോ? ശ്രീരാമകൃഷ്ണ ആശ്രമം പോണ്ട, പറഞ്ഞുള്ളൂ, ചോദിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വീരവാണി എന്നൊരു പുസ്തകമുണ്ട്. വീരവാണി എഴുതി വെക്കണം, അല്ല മൈൻഡിൽ നോട്ട് ചെയ്യണം. വീരവാണി 4 വോള്യൂം ഉണ്ടത്. ഈ വീരവാണിയില് ആഗമാനന്ദ സ്വാമികൾ ഇതേപോലെ നാട് മുഴുവനുള്ള ക്ഷേത്രങ്ങളിലും പോയിട്ട് പ്രസംഗിച്ച, ഹിന്ദുമതത്തെ നവീകരിക്കാൻ വേണ്ടി പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ക്രോഡീകരിച്ച ഭാവത്തിൽ 4 വോള്യൂം, വളരെ ചുരുങ്ങിയ വിലയുള്ളൂ. ഒരു നല്ല ഷർട്ട് വാങ്ങാനുള്ള വില വേണ്ട, അത്ര പോലും വേണ്ട. 4 വോള്യൂം ഉണ്ട്. വീരവാണി മലയാളത്തിലാണ്. അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം. എന്താണ് ഹിന്ദുമതം, എന്താണ് ദേവതാരാധന, എന്താണ് മൂർത്തികളെ പൂജിക്കുന്ന അർത്ഥം, എന്താണ് ഇതിന്റെ താത്വികാർത്ഥം, എല്ലാ വിഷയം, ഇതിന് ശബരിമലയിലെ വിഷയം പോലും അന്ന് തന്നെ സ്വാമിജി പറഞ്ഞു വെച്ചു. ആഗമാനന്ദ സ്വാമികളെ പോലൊരു മഹാത്മാവിനെ കേരളം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ സന്യാസിമാരുടെ കൂട്ടത്തിൽ അതുപോലെ ശാസ്ത്രത്തിൽ ആഴത്തിൽ പോയിട്ടുള്ള ഒരാളെ സന്യാസിമാരുടെ കൂട്ടത്തിൽ നമ്മൾ കേരളം കണ്ടിട്ടില്ല.
വിവേകാനന്ദ സ്വാമിയുടെയും രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ പരമഭക്തനായിരുന്നു ആഗമാനന്ദ സ്വാമി. അപ്പൊ ഈ രാമകൃഷ്ണ മഠത്ത് പോയാൽ എന്ത് കിട്ടും? വീരവാണി കിട്ടും. വീരവാണി വായിച്ചാല് ചെറുപ്പക്കാർക്ക് പോലും എന്താണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാവും. വീരവാണി വായിച്ച ഒരാളെ ഹിന്ദുമതത്തെ പറ്റി എന്തെങ്കിലും പൊട്ടും പൊളിയും പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. കാരണം അതിൽ ഓതോറിറ്റേറ്റീവായിട്ട് സ്വാമിജി കാര്യങ്ങൾ പ്രമാണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയും ചട്ടമ്പി സ്വാമികളെ പറ്റിയും ഒക്കെ അതിലുണ്ട്. 4 വോളിയം ഉണ്ട്, വായിക്കണം. ഞാനൊക്കെ അത് വായിച്ചിട്ടുണ്ട്. കുറെ കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു +1 +2 ഒക്കെ പഠിക്കുമ്പോൾ തന്നെ മുഴുവൻ വായിച്ച് വീരവാണി വായിച്ചു. എന്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പോലെ ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ് വീരവാണി. അത് നിങ്ങൾ എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉറങ്ങുന്നവരൊന്നും വായിക്കേണ്ട, ഉണർന്നിരിക്കുന്നവർ വായിച്ചാൽ മതി. ശരി. അപ്പൊ ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഹിന്ദുക്കൾക്ക് ലോകത്തുള്ള എല്ലാ മതങ്ങളിലെയും ആരാധനാ സമ്പ്രദായം ഹിന്ദു മതത്തിലുണ്ട്. 3 തരത്തിൽ മാത്രമേ ഈശ്വരൻ എന്ന തത്വത്തെ കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ പറ്റൂ. 1 സഗുണ സാകാര ആരാധന. സഗുണ സാകാര ആരാധന എന്ന് വെച്ചാൽ ഈശ്വരന് ഗുണങ്ങളുണ്ട്. പ്രേമസ്വരൂപനാണ് കൃഷ്ണൻ, കാരുണ്യമൂർത്തിയാണ് ജഗദംബിക, ആശുതോഷിയാണ് ശിവൻ. ആശുതോഷിയാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നവൻ, പെട്ടെന്ന് സന്തോഷിക്കുന്നവൻ. ആശുതോഷിയാണ് ശിവൻ. ഇങ്ങനെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം ദേവനെ പറ്റി. ശ്രീവല്ലഭൻ കരുണാവാരിധിയാണ്, ശ്രീവല്ലഭൻ ധനം തരുന്നവനാണ്, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. അതൊക്കെ ഗുണങ്ങളാണ്. അപ്പൊ അതാണ് സഗുണം. ഈശ്വരന് ഗുണം ചാർത്തി കൊടുക്കുകയാണ്. കൂടാതെ ഈശ്വരന് ഒരു രൂപവും, ആരാധിക്കാൻ വേണ്ടി ഒരു രൂപവും കൂടെ കൊടുക്കുകയാണ്. ത്രിഭംഗനായിട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന രൂപം, അല്ലെങ്കിൽ ഒരു ശിവലിംഗം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗരൂപമുണ്ടോ? ആദിയും അന്തവും ഇല്ലാത്ത ഒന്നെന്ന് പറയുമ്പോൾ ഒരു ദീർഘമായ വൃത്തം വരയ്ക്കേണ്ടി വരും. ആദിയും അന്തവുമില്ല, തുടക്കവുമില്ല ഒടുക്കവുമില്ല. അങ്ങനെ അണ്ഡാകൃതിയിൽ ഒരു ദീർഘവൃത്തം വരച്ചാൽ അതിന്റെ നമ്മൾ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അത് എൻറ്റയർ കോസ്മോസ് തന്നെയാണ്, പ്രപഞ്ചം മുഴുവനാണ്. പുറകിൽ കവറിങ് ഒന്നുമില്ല, കല്ലറ് വന്നാൽ നിങ്ങൾക്കും കൊള്ളു കേട്ടോ. ശബ്ദം എന്തൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ഇതാണ് അതിന്റെ തത്വം. അപ്പൊ സഗുണം സാകാരം ഹിന്ദുക്കളുടെ ആദ്യത്തെ ആരാധനയാണ്. എന്താണ്? ക്ഷേത്രത്തിൽ പോകുന്നു, ഭഗവതിയുടെ മനോഹരമായ വിഗ്രഹം കണ്ടു തൊഴുന്നു. അപ്പൊ ഭഗവതി കാരുണ്യമൂർത്തിയാണെന്ന ഗുണവും ചേർത്തി കൊടുത്തു. അത് സഗുണം. ദേവിയുടെ മനോഹരമായ രൂപവും, സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമാപീന പക്ഷോരുഹം, ഇതൊക്കെ രൂപം കൽപ്പിക്കുകയാണ്. പുഞ്ചിരിച്ച മുഖം, കനക കിരീടം, രത്നങ്ങൾ ചമച്ച കിരീടം, ഉയർന്ന മാർത്തടം, ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കണം, രൂപം സങ്കല്പിക്കണം ആരാധനയ്ക്ക് വേണ്ടി. അതാണ് സഗുണ സാകാര ആരാധന. ഇനി അടുത്ത പടി അല്ലെങ്കിൽ അടുത്ത രീതി സഗുണ നിരാകാരോപാസന. ഗുണങ്ങളുണ്ട് ഈശ്വരൻ, പക്ഷെ രൂപമില്ല. അള്ളാഹു പരമകാരുണികനാകുന്നു, സർവജ്ഞനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു ഒക്കെ പറയുമ്പോൾ അള്ളാഹുവിന് രൂപമില്ലെന്ന് അവർ പറയും. അപ്പൊ അള്ളാഹുവിന് പക്ഷെ അവര് ഗുണം ചാർത്തി കൊടുക്കും. അതെന്താ ആരാധനയാണ്? സഗുണ നിരാകാര. അവരുടെ രൂപമില്ല, സഗുണ നിരാകാരോപാസനയാണ് ആ മതത്തിലുള്ളത്. ഇനി 3ാമത്തെ ഒരു തലമുണ്ട്. അവിടെ ഉപാസനയല്ല, ഐക്യഭാവമാണ്. എന്താണത്? നിർഗുണ നിരാകാരഭാവം. സന്യാസിയെ പോലെ ഒരു രൂപവുമില്ല, ഒരു ഗുണവുമില്ല, ആകാശം പോലെ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യം. ഓരോ മനസ്സിലും എങ്ങനെ തോന്നപ്പെടുന്നു അങ്ങനെയുള്ളവൻ. വെള്ളം ചതുരത്തിലുള്ള പാത്രത്തിൽ വെച്ച ചതുരാകൃതി, വൃത്താകൃതിയിൽ വെച്ച വൃത്താകൃതി. വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു രൂപം ഇല്ലാത്തതുപോലെ ഈശ്വരന് ഗുണമോ രൂപമോ ഇല്ലെന്ന് കരുതി ഓരോ മനസ്സും ഈശ്വരനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നുവോ, എങ്ങനെ കാണുന്നുവോ അതാണ് രൂപം എന്ന് സമ്മതിച്ചു കൊടുക്കലാണത്. അദ്വൈതം എന്ന് പറയുന്നത്. നിങ്ങൾ അയ്യപ്പനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഹനുമാനെയാണോ? വെരി ഗുഡ്. സ്വാമി ഞാൻ ഒന്നിനെ ആരാധിക്കുന്നില്ല, വെരി ഗുഡ്. അതാണ് അദ്വൈതം. എല്ലാറ്റിനും ഒരേ ചൈതന്യം. അത് ഓരോരുത്തർക്കും പെർസീവ് ചെയ്യാനുള്ള കഴിവനുസരിച്ചിട്ട് അറബികളുടെ ഇടയിൽ ചൊല്ലുണ്ട്, നിങ്ങൾ അറബിക്കടലിൽ മുങ്ങിയാലും കൊണ്ടുപോകുന്ന പാത്രത്തിന് എത്ര വെള്ളയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ 500 മില്ലിയുടെ ഒരു കപ്പ് കൊണ്ടാണ് പോയത്. ടീച്ചർ അല്ല, നമ്മുടെ അഡ്വക്കേറ്റ് ഒരു ബക്കറ്റ് കൊണ്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ വ്യാപ്തി അനുസരിച്ച് ഈശ്വരനെ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു ശാസ്ത്രത്തിന്റെ പേരാണ്
ശ്രീമദ് ഭഗവത്ഗീത. ഗീതയിൽ പറഞ്ഞു, ആര് എന്നെ എപ്രകാരം ആരാധിക്കുന്നുവോ അവരെ ഞാൻ അപ്രകാരം തന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കൃഷ്ണനെ അല്ലാഹു എന്ന് വിളിക്കാനാണോ ഇഷ്ടം, രൂപമില്ലെന്ന് പറയാനാണോ ഇഷ്ടം, അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇനി യേശു എന്ന് വിളിക്കാനാണോ ഇഷ്ടം, അങ്ങനെ തന്നെ. നമുക്ക് കലഹമില്ല. ഇതാണ് ബെസ്റ്റ്. ഈ മാർക്കറ്റിംഗുകാരെ പോലെ ഇതാണ് ഞങ്ങളുടെ ചെരുപ്പാണ് ഏറ്റവും നല്ല ചെരുപ്പ്, അങ്ങനത്തെ തർക്കമൊന്നും നമുക്കില്ല. കാരണം ഇതിൽ മൂന്നുണ്ട്. ഇതിൽ സഗുണ സാകാരമുണ്ട്, സഗുണ നിരാകാരമുണ്ട്, നിർഗുണ നിരാകാരമുണ്ട്. 3 പടിയുണ്ട് ഇതിൽ. അപ്പൊ ഹിന്ദു മതത്തിന് ആരോടും വഴക്കില്ല. കാരണം ഓൾറെഡി നമ്മുടെ പൂർവികര് ഈ 3 തരത്തിലുമുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ, അതിനുള്ള വേണ്ടുന്ന വ്യവസ്ഥകളെ, അതിനു വേണ്ടുന്ന ഗ്രന്ഥങ്ങളെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ പടിയല്ല നാസ്തിക മതം. യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വാ ഘൃതം പിബേ ഭസ്മീകൃത്വാ ശരീരസ്യ പുനരാഗമനം കുത. അതായത് ചാർവാക മതം എന്ന് പറയും, ലോകായത മതം. എങ്ങനെ ജീവിച്ചാലും സന്തോഷമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. കോപ്പറേറ്റീവ് ബാങ്കിൽ ആരെങ്കിലും പൈസ ഇട്ടാൽ അവർ തിരിച്ചു വെച്ചാൽ കൊടുക്കൊന്നും വേണ്ട, നമ്മൾ സൂഹിക്കുക, നമ്മൾ സന്തോഷിക്കുക. എന്തിനാ നമ്മൾ തിരിച്ചു കൊടുക്കണം? എന്ത് ഉത്തരവാദിത്തമുള്ളത്? എല്ലാം മരിച്ചു, ഭൗതിക ജീവി എല്ലാം മരിച്ചു, മണ്ണടിയും. മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഒന്നുമില്ല, ഒക്കെ വെറും ഭോഷ്കാണ്. സ്വർഗവുമില്ല, നരകവുമില്ല, പുനർജന്മവുമില്ല. അപ്പാണ് വന്നിട്ട്, അയ്യോ ഞങ്ങൾ അന്ന് ഇട്ടിട്ടുള്ള ഒരു 28 ലക്ഷം അമ്മയ്ക്ക് ഓപ്പറേഷനാണ്. എന്തോ ഓപ്പറേഷൻ അവൻ തരാൻ പറ്റില്ല, അവർ മരിച്ചോട്ടെ, ഭൗതികല്ലേ. തിരിച്ചു കൊടുത്തില്ലേ കർമ്മഫലം ഉണ്ടോ? ഇല്ല, അവരെ സംബന്ധിച്ചില്ല. ഒരാൾക്ക് പൈസ വാങ്ങി പറ്റിച്ചു കൊടുത്തില്ല, അവർക്ക് കർമ്മഫലത്തെ പേടിക്കുക. നമുക്ക് പേടിയില്ലേ? നമ്മളിപ്പോൾ ഒരാളോട് കാശ് വാങ്ങി പറ്റിച്ചാൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന പേടിയുണ്ട് മതവിശ്വാസിക്ക്. മതവിശ്വാസം ഇല്ലാത്തവന് എന്ത് കർമ്മഫലം? ഒരാൾ പറ്റിച്ചു, അങ്ങനെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പരമാവധി ചൂഷണം ചെയ്യാം, സുഖമായി ജീവിക്കാം. നമ്മൾ ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കണം. വെളുത്ത വണ്ടി എത്ര പോലെ വറുത്ത വണ്ടി വേണം, കറുത്ത വണ്ടി എത്ര പോലെ ചുവന്ന വണ്ടി വേണം, ഇങ്ങനെ സുഖിക്കുക. ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ശ്രീനിവാസനോട്, നമുക്ക് അങ്ങോട്ട് സുഖിക്കണം ജോലി കിട്ടിയിട്ട്. അതുപോലെ അമേരിക്കയിൽ പോയിട്ട് നമുക്കങ്ങോട്ട് സുഖിക്കണം വിജയ എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് മോഹൻലാൽ ശ്രീനിവാസനോട്. അമേരിക്കയിൽ പോയപ്പോഴേ ജോലിയൊന്നും എടുക്കണ്ടെന്നേ, നമ്മൾ അമേരിക്ക കണ്ട് സുഖമായിട്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് എന്താണ് ഇവരെയൊക്കെ മുത്തപ്പന്മാർ വേറെ ഉണ്ട്. എന്താണ് യാവത് ജീവേ സുഖം ജീവേ, എങ്ങനെ ജീവിച്ചാലും സുഖമായിട്ട് ജീവിക്കണം. കർമ്മഫലമില്ല, ഒരു മണ്ണാങ്കട്ടില്ല, ദൈവമില്ല, ഒരു കോപ്പുമില്ല, ഒന്നും പേടിക്കണ്ട. യാവത് ജീവേ സുഖം, എങ്ങനെ എത്ര കാലം ജീവിക്കുന്നോ അത്ര കാലം സന്തോഷിച്ച് സുഖിച്ച് ജീവിക്കണം. പിന്നെയോ ഋണം കൃത്വ ഘൃതം പിബേത്, കടം വാങ്ങിയിട്ടാണെങ്കിലും നെയ്യും കൂട്ടി ഊണ്, അന്ന് നെയ്യും കൂട്ടി ഊണ് കഴിക്കുക. അന്ന് ഈ കുഴിമന്തി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഈ കുഴിമന്തി, അൽഫാം, ഷവർമ്മ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് പറയണത്. അന്നാണ്, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞേനെ ശ്ലോകത്തിൽ. അന്ന് എന്താണ് ഏറ്റവും വലിയ ടോപ്പ് ലിവിങ്? എന്താണ്? ഊണിന്റെ കൂടെ നല്ലോണം നെയ്യ് കൂട്ടിയിട്ട് ഗോശാല ഉണ്ടാക്കുക, നല്ല വൃത്തിയായിട്ട് ഗോശാല ഉണ്ടാക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. പശുവിന് പാട്ട്, പശുവിനെ കേട്ടിട്ട് ഇങ്ങനെ പാല് ചുരത്തണം. അപ്പൊ സുഖിക്കുക. ഋണം കൃത്വ, കടം വാങ്ങിയിട്ടാണെങ്കിലും ADB കടം വാങ്ങുക, കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങുക, എവിടുന്ന് കടം വാങ്ങുക, എന്നിട്ട് സുഖിക്കുക. ഇത്ര തന്നെ. ഋണം കൃത്വ, കടം വാങ്ങിയിട്ടാണെങ്കിലും നെയ്യും കൂട്ടി നല്ലോണം ഉണ്ണ. അന്നങ്ങനെ, ഇന്ന് അങ്ങനെയല്ല. ബിരിയാണി കഴിക്കുക, ഇഫ്താർ പാർട്ടി നടത്തുക, ദം ബിരിയാണി കഴിക്കുക, ഹൈദരാബാദ് ട്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെയോ ഇതൊക്കെ ആവാട്ടോ, ഇത് ഞാൻ പറയാത്തതാണ്. സേവ മദ്യസേവ ഒക്കെ ആവും, ഒരു കുഴപ്പം. പിന്നെയോ ചോദിക്കുകയാണ്, ഇതിന് പ്രമാണം പറയാണ്. എന്താണ്? ചാർവാകം പറയാണ്, ഭസ്മീകൃത്വ, ഈ ശരീരം വെച്ച് കത്തിക്കല്ലേ. ഒരു സാധനം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു ജീവൻ ഉണ്ടാവോ? ഭസ്മീകൃത്വ ശരീരസ്യ പുനരാഗമനം കുത, എവിടെയാണ്, എങ്ങനെ സംഭവിക്കുക? ഇത് കത്തിച്ചില്ലേ, പിന്നെ എങ്ങനെ പുതിയ ജന്മം ഉണ്ടാകും? അപ്പൊ ഈ ബോഡി ഒരു ഭൗതിക വസ്തു മാത്രമാണ്, ഇതിൻ്റെ ഉള്ളിൽ ആത്മാവൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ കൊള്ളയടിച്ചോളിയും തിന്നോളിയും. ഇതായിരുന്നു ചാർവാകന്റെ സിദ്ധാന്തം. അതും നമ്മൾ അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ കൂട്ടത്തിൻ്റെ ഒരാളാണ് ചാർവാകൻ. പുറത്തുനിന്ന് വന്ന ആളൊന്നുമല്ല, ലോകായത മതം. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു മതം ഹിന്ദു മതം മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളവർക്ക് ഇതര രീതിയിലുള്ള ആരാധനയോട് വലിയ അസഹിഷ്ണുതയാണ്. എന്താ കാര്യം?
എന്റേത് മാത്രം ശരി, അങ്ങനെ നമുക്കില്ല. പക്ഷെ ക്ഷേത്രാരാധനയുടെ പ്രധാന മർമ്മം എന്ന് പറയുന്നത് ത്രിവിധ താപങ്ങളിൽ നിന്ന് ജീവൻ രക്ഷ നേടാനുള്ള ഒരു ഉപാധിയാണ്. അവിടെ എന്ത് പേര് വിളിച്ചാലും, ശ്രീകൃഷ്ണൻ വിളിച്ചാലും, ശ്രീവല്ലഭൻ എന്ന് വിളിച്ചാലും, ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാലും, വൈക്കത്തപ്പൻ എന്ന് വിളിച്ചാലും, ഏറ്റുമാനൂരപ്പൻ എന്ന് വിളിച്ചാലും, അവിടെ അടിസ്ഥാനപരമായിട്ട് അഗ്നിയാണ്, ആത്മചൈതന്യമാണ് അവിടെ ആരാധിക്കപ്പെടുന്നത്. സംശയമില്ല. അയ്യപ്പൻ എന്ന് വിളിച്ചാലും അത് തന്നെ. ഈ തത്വം അറിഞ്ഞ് ഭജിച്ചാൽ ദേവതാഭേദമില്ല. അതങ്ങനെ. ഇനി ആശ്രമങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഗുരുകുലങ്ങളാണ്. ഗുരുകുലങ്ങളെയാണ് ആശ്രമം എന്ന് വിളിക്കുന്നത്. നിരന്തര ശ്രമം എന്നും പറയാം. ആശ്രമം അവിഛിന്നമായ ആത്മാവിനെ അറിയാനുള്ള ശ്രമം കൂടിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ആളുകൾ ആശ്രമങ്ങളിൽ പോകുമ്പോൾ മടിയാണ് പൊതുവെ. ഒരു ഗുരുവിന്റെ അടുത്ത് പോകാൻ മടിയാണ്. ക്ഷേത്രത്തിൽ നല്ലോണം വരും. എന്താ കാരണം? സ്വന്തം അമ്മയെ ഉപദ്രവിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് പിടിച്ചു വെക്കൊന്നുമില്ല, ചീത്ത പറയൊന്നുമില്ല. ഗുരു ചിലപ്പോൾ അത് ചോദിക്കും, പറയും. അപ്പൊ നമ്മുടെ അഹന്തയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പരിപാടിയും നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് ആശ്രമങ്ങളിലേക്ക് പോക്ക് കുറയ്ക്കും. കാരണം ഗുരു ഇടപെടും. ഗുരു പറയും, ഇത് ശരിയല്ല, നിന്റെ പോക്ക് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ഇത് വേദത്തിലുണ്ട്. കഠോപനിഷത്തിൽ ഒരു പ്രസിദ്ധമായ ശ്ലോകം വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, സ്വാമിജി അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈദിക മന്ത്രം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഠോപനിഷത്തിലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത ക്ഷുരസ്യധാര ദിശിതാ ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഈ ശ്ലോകമാണ് ഇഷ്ടം, ഈ മന്ത്രമാണ് ഇഷ്ടം. എന്താ കാര്യം? ഉണരൂ, എഴുന്നേൽക്കൂ, ജാഗ്രതയായിട്ടിരിക്കൂ. പ്രാപ്യ വരാന്നിബോധത. വരാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ ജീവൻ മുക്തന്മാരായ ഗുരുക്കന്മാരാണ് വരാൻ. ദ നോബിൾ ടീച്ചേഴ്സ് ഓഫ് സനാതന ധർമ്മ. നമ്മുടെ ധർമ്മത്തിന്റെ മഹാന്മാരായ ഗുരുക്കന്മാരെയാണ് വരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാപ്യ വരാൻ. ഇപ്രകാരമുള്ള ജീവൻ മുക്തരായ ഗുരുക്കന്മാരെ അങ്ങോട്ട് പോയി സമിത്പാണിയായി ചെന്ന് നമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ച് മന്ത്രദീക്ഷയും നേടി ഗുരുവിൽ നിന്ന് സംശയം നിവർത്തിക്കണം. നിബോധത എന്നാണ്. നീ ബോധം നേടൂ, അറിയൂ. എങ്ങനെ അറിയണം? മഹാന്മാരായ ജീവൻ മുക്തന്മാരായ ഗുരുക്കന്മാരെ പോയി ചെന്ന് വണങ്ങി നീ ബോധം നേടണം എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. അതിനാദ്യം ഉണരണം ഉറക്കത്തിൽ നിന്ന്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത ക്ഷുരസ്യധാര നിശിത ദുരത്യയ. ക്ഷുരസ്യ എന്ന് പറഞ്ഞാൽ കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കാൻ പറഞ്ഞാൽ മുറിയാതെ നടക്കാൻ പറ്റുമോ? കത്തി ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ നടന്നു പറഞ്ഞാൽ മുറിയാതെ നടക്കാൻ പറ്റുമോ? അപ്പൊ കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുമ്പോഴും മുറിയാത്ത വണ്ണമുള്ള ജാഗ്രതയും ശ്രദ്ധയും ഉള്ളവന് പറ്റിയ പാതയാണിത്. കാരണം ഇത് അതീവ ദുർഘടമായ പാതയാണ്. ആശ്രമ ജീവിതം, അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയി ഒരു ഗുരുവിനെ സ്വീകരിച്ച്, ഗൃഹസ്ഥനാണെങ്കിൽ പോലും മന്ത്രദീക്ഷ സ്വീകരിച്ച് ഉപാസന ചെയ്യണമെങ്കിൽ he must be absolutely awake. ഉണരണം, alert, ജാഗ്രതയുള്ളവനായിരിക്കണം, കോൺഷ്യസ്, ബോധമുള്ളവരായിരിക്കണം. അപ്പൊ ക്ഷുരസ്യധാര നിശിത ദുരത്യയ എന്ന് പറഞ്ഞാൽ വാളിന്റെ വായ്ത്തലയിലൂടെ, വാളിന്റെ ഇടയിൽ കൂടെ നടക്കാൻ എളുപ്പ. ആരും കണ്ടിട്ടില്ലെങ്കിൽ തള്ളാനും എളുപ്പ. വാളിന്റെ മേലെ കൂടെ നടക്കാൻ പ്രയാസം. വാളിങ്ങനെ വെച്ചിട്ട് അതിന് മേലെ കൂടെ നടന്നാൽ മുറി തന്നെ ചെയ്യും. ഇപ്പൊ വാളിന്റെ മേലെ കൂടെ നടന്നിട്ടും മുറിയാത്ത വണ്ണമുള്ള അത്രയും ശ്രദ്ധയുണ്ടോ? അങ്ങനെ ശ്രദ്ധയുള്ളവന് ബോധം നേടാൻ സാധിക്കും. അത്ര ദുർഘടമാണ് ഈ പാത. ക്ഷുരസ്യധാര നിശിത ദുരത്യയ ദുർഗം പഥസ്. ദുർഗം എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ പ്രയാസമുള്ളത്, നടക്കാൻ പ്രയാസമുള്ളതാണ്, വളരെ ക്ലിഷ്ടതരമാണ്, ക്ലേശമുള്ള പാതയാണ്. അയ്യപ്പനടുത്ത് പോകുമ്പോഴേ ഖേദമേറും ദീർഘയാത്ര അല്ലെ പാട്ടില്ലേ? കഷ്ടപ്പെട്ടാണ് പോകുന്നത്. കരിമല വഴിക്കൊക്കെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. പോയി ചെല്ലും അവിടെ എന്താ കാണും? തത്വമസി, അത് നീയാകുന്നു. ആ ആത്മാവിലേക്കുള്ള ആ വഴി വാളിന്റെ വായ്ത്തലയിലൂടെ നടക്കുന്നത് പോലെ ദുർഘടമാണ്, ദുർഗമമാണ്. ക്ഷുരസ്യധാര നിശിത ദുരത്യയ ദുർഗം പഥ. ആ പന്ഥാവുണ്ടല്ലോ, അത് ദുർഘടം പിടിച്ച വഴിയാണ്. കവയോ വദന്തി. അറിഞ്ഞവർ പറയുന്നു. കവി എന്ന് പറഞ്ഞാൽ ഋഷിയാണ്. ഋഷി കവി. ഋഷി എന്ന് പറഞ്ഞ ആരാണ്? തന്നെ അറിയുന്നവനും ലോകത്തെ അറിയുന്നവനും ലോകഗതിയെ അറിയുന്നവനും ഭാവി അറിയുന്നവനുമാണ്. ത്രികാലജ്ഞാനിയാണ് ഋഷി. ഋഷി കവി. ഋഷിയല്ലാത്തവൻ കവിയല്ല. ക്രാന്തദരിശിത്വമാണ് കവിയുടെ ലക്ഷണം. നാടകളിൽ എന്ത് നടക്കും അങ്ങനെ നോക്കുമ്പോ കേരളത്തിൽ ശരിയായ മഹാകവി ആരാണെന്ന് അറിയാമോ?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേരളത്തിൽ ഒരു മഹാകവി ശരിക്കും ക്രാന്തദർശിത്വം വേണം, ഭാവി പ്രവചിക്കാൻ കഴിയണം, ത്രികാല ജ്ഞാനിയായിരിക്കണം, തന്നെയും അറിയണം. അങ്ങനെ ഒരു കവി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൂന്താൻ എന്ന പേര്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അത് പറയാനെങ്കിൽ എത്ര 2024 വരെയൊക്കെ കാണാൻ കഴിഞ്ഞു. അന്ന് കാലത്ത് ജ്ഞാനപ്പാന ഒരൊറ്റ ഒന്ന് വായിച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെയും ഒക്കെ മനസ്സിലാവും. അപ്പൊ ക്രാന്തദർശിത്വം ഋഷിത്വം ഉള്ള കവി, ശരിക്കുള്ള കവി പൂന്താനമാണ്, മേൽപ്പത്തൂരല്ല. മേൽപ്പത്തൂർ മഹാപണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്. പക്ഷെ ക്രാന്തദർശിത്വം ഇല്ല. നാളെകളിൽ എന്ത് നടക്കും എന്റെ നാട്ടിൽ എന്നുള്ളത് അന്നേ പറഞ്ഞ ആളാണ്. എല്ലാവരുടെയും സൂക്കേട് ശരിക്ക് വർണ്ണിച്ചിട്ടുള്ള ഒരു പുസ്തകം ജ്ഞാനപ്പാനയാണ്. 5 ഉറുപ്പ്യ കൊടുത്ത ഗുരുവായൂർ കിട്ടും. 5 ഉറുപ്പ്യ കൊടുത്താൽ മതി. അതെല്ലാവരും വായിക്കണം. ഈ ഭാഗവത ആചാര്യന്മാരും വായിക്കണം. 50,000 ഉറുപ്പ്യ ആദ്യം അക്കൗണ്ട് ഇട്ട് കൊടുത്താലേ ഭാഗവതം വായിക്കാൻ വരുള്ളൂ. അവരും വായിക്കണത് ജ്ഞാനപ്പാന ഭാഗവതാചാര്യന്മാർക്കും ഗീതാചാര്യന്മാർക്കും നാസ്തികർക്കും ആസ്തികർക്കും ഒക്കെ പ്രമാണമാണ്. അപ്പൊ ഇതാണ് ആശ്രമത്തിന് വ്യത്യാസം. ഈ കവികളെ പോലെ അധർമ്മം ചെയ്യുന്നവനെതിരെ ചൂണ്ടുവിരൽ പായിക്കുന്ന ആ ശക്തിയാണ് ഗുരു. ഈ ഋഷിമാരായ കവികൾ, അത് വൈദിക ഋഷിയാണെങ്കിലും ആധുനിക കാലത്തെ മഹാത്മാക്കളാണെങ്കിലും, അവരോട് അടുത്ത് ചെന്നാൽ, ആശ്രമങ്ങളിൽ ചെന്നാൽ ഒരു പ്രയാസം, നമ്മുടെ അഹന്തയ്ക്കനുസരിച്ച് അവർ പോവില്ല, സത്യത്തിന്റെ വഴിക്ക് അവർ പോകും. അപ്പൊ നമുക്ക് ക്ലേശം ഉണ്ട്. അപ്പൊ ആ ഗുരു കൊള്ളില്ല. കാരണം ആ ഗുരു എന്നോട് തിരുത്താൻ വരുന്നു. തിരുത്താൻ വന്നാൽ മോശം ഗുരുവായി. ഞാൻ പറഞ്ഞപ്പോ തലയാട്ടി കേട്ട വെരി ഗുഡ്. ആ ഒട്ടക ഗുരു, ഒട്ടകത്തോട് എന്ത് ചോദിച്ചാലും യെസ്സാ. ഓ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വ്യത്യാസം മനസ്സിലാക്കുക. 1 മണിക്കൂർ ആവി നിർത്താൻ ഞാൻ ഭയങ്കര ബഹളമാണ്. അടുത്ത കുറി തിരുവനന്തപുരം ഹിന്ദു സമ്മേളനം പോലെ തിരുവല്ലയിലും ഒരു ഹിന്ദു സമ്മേളനം വേണം. അത് ഇങ്ങനെയല്ല നടത്തുന്നത്. കുംഭീഭാഗത്തിലിട്ട് ചുടുകയല്ല വേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകമായി വേദി തയ്യാറാക്കി അല്ലെങ്കിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് വൃത്തിയായിട്ട് ഹിന്ദുധർമ്മ തത്വങ്ങളെ പഠിക്കാൻ വേണ്ടി ശ്രീവല്ലഭന്റെ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ തിരുവല്ലയിലും മഹത്തായ ഹിന്ദു സമ്മേളനം ഉണ്ടാവണം. യോജിക്കുന്നവർക്ക് കൈയടിക്കാം, അല്ലാതെ ഉണ്ടായി. ഈ ഗാനമേളന്റെ ചുറ്റും അവിടെ ഫോക്ക് ഡാൻസ്, ഇപ്പുറത്ത് ഗാനമേള, അപ്പുറം മിമിക്രി, നടുവിലൊരു വിദ്യാസാഗർ ഗുരുമൂർത്തി, പാവം. അത് പാടില്ല. ഹിന്ദുധർമ്മ തത്വങ്ങളെ ആളുകൾക്ക് ശരിയാവണ്ണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തിരുവല്ല എന്ന പേര് തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ ഹോസ്പിറ്റൽ വന്നുണ്ടായതാണോ? തിരുവല്ല എന്ന പേര് വരാൻ തന്നെ കാരണം ശ്രീവല്ലഭ സ്വാമിയുടെ നാടാണിത്. വിഷ്ണു സാന്നിധ്യം ചെയ്യുന്ന, മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള പുണ്യപാവന പുരിയാണ്. ഇതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കും വണ്ണം തിരുവല്ലയിൽ എല്ലാ വീടിലും പറയനോ പുലയനോ എന്ന് നോക്കാതെ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കളെ കൊണ്ടുവന്ന് തിരുവല്ലയിൽ മഹത്തായ ഹിന്ദു സമ്മേളനം അടുത്ത കൊല്ലം ഉണ്ടാവും. സംശയം വേണ്ട. അപ്പൊ നമുക്കൊരു അപമാനമില്ല, ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും കേൾക്കുമെന്ന് നമ്മുടെ പരിപാടികൾ നടത്താൻ പറ്റും. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ ശ്രീവല്ലഭസ്വാമി എനിക്ക് ഇവിടെ സംസാരിക്കാൻ സമയം തന്നു. ചിലർക്കൊക്കെ ക്ലേശം ഉണ്ടായിട്ടുണ്ടാവും. കാരണം സമാജത്തെ പറ്റി ഒന്നും പറയാതെ കേവലം ഭക്തി എന്ന് പറയുന്നവൻ കള്ളനാണ്. കാരണം അവന് പേടിയുണ്ട്. ശരീരം എപ്പോഴും വീണുവാ. ഉള്ള കാലത്ത് സത്യം പറയാം. സത്യം പറഞ്ഞിട്ട് എല്ലാ അധർമ്മ ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ജീവൻ വെടിഞ്ഞാൽ അവനാണ് ജീവൻ മുക്തൻ. സത്യത്തിന്റെ പാത വെടിയരുത്. അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോൾ ഈ കോലാഹലമേട്ടിൽ നിന്ന് നമ്മളൊരു ശാന്തിയുടെ ശാദ്വല തീരത്തേക്ക് ഈ സമ്മേളനം പറിച്ചു നടണം. നല്ല ഓഡിയൻസ് ആണ് കേട്ടോ. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്ന, ഒരു ശല്യമില്ലാതെ എല്ലാവരും കേട്ടുന്നത് വലിയ കാര്യമാണത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഭഗവാൻ ശിവയിൽ പോവാണ് അല്ലേ? സന്തോഷം. അപ്പൊ എന്തായാലും ശ്രീവല്ലഭ സ്വാമിയുടെ പേരിൽ, ശ്രീവല്ലഭന്റെ പേരിൽ തന്നെ നമുക്ക് അടുത്ത തവണ ഗംഭീരമായ സമ്മേളനം ഉണ്ടാവട്ടെ. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ് ജയ് രാമ രാമ. സദ്ഗുരു സ്വാമിനഃ ജയ്.